ഗായ്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ പ്രശസ്തമായ കടമ്പുഴ ദേവീക്ഷേത്രം. ഇവിടെ ദേവിക്ക് വിഗ്രഹമില്ല, പകരം ഒരു ചെറിയ അമ്പെയ്ത കുഴി, അമ്പുവീണ കുഴി മാത്രമാണുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ പിന്നിലുള്ള അതിശയിപ്പിക്കുന്ന കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. അത് തുടങ്ങുന്നത് മഹാഭാരത കാലത്താണ്. അർജുനൻ പാശുപതാസ്ത്രത്തിനായി പരമശിവനെ തപസ് ചെയ്യുന്നു. അർജുനന്റെ ഭക്തി പരീക്ഷിക്കാൻ ശിവനും പാർവതിയും കിരാതമൂർത്തിയും കിരാതപാർവതിയുമായി വേഷം മാറി അർജുനന്റെ മുമ്പിലെത്തി. അവിടെ ഉണ്ടായിരുന്ന ഒരു കാട്ടുപന്നിയെ ആര് എഴുതു എന്നത് ചൊല്ലി അർജുനനും കാട്ടാളനും തമ്മിൽ വലിയ യുദ്ധം നടന്നു. ഒടുവിൽ വന്നത് സാക്ഷാൽ കൈലാസനാഥനാണെന്ന് തിരിച്ചറിഞ്ഞ അർജുനൻ ഭഗവാന്റെ പാദങ്ങളിൽ വീണു. തപസ്സിൽ സംതൃപ്തനായ ശിവൻ അർജുനന് പാശുപതാസ്ത്രം നൽകി. അർജുനൻ അസ്ത്രം നൽകിയ ശേഷം ദാഹിച്ചു വലഞ്ഞ പാർവതി ദേവിക്ക് വെള്ളം കുടിക്കാൻ ശിവൻ തൻ്റെ അമ്പ് തറയിൽ എയ്തു. ആ അമ്പ് തറച്ച സ്ഥലത്ത് നിന്നും ഗംഗാതീർത്ഥം ഉറവയെടുത്തു വന്നു. ആ അമ്പു തറച്ച കുഴിയാണ് പിന്നീട് കടമ്പുഴയായി മാറിയത്. ഇവിടെ വിഗ്രഹത്തിന് പകരം ആ കുഴിയിലാണ് പൂജ നടക്കുന്നത്. ഭക്തരുടെ വിഘ്നങ്ങൾ നീക്കാൻ നടത്തുന്ന മുട്ടറുക്കൽ ആണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. കാലങ്ങൾക്കു ശേഷം ആദിശങ്കരാചാര്യാണ് ഈ സ്ഥലത്തെ ദേവീ ചൈതന്യം തിരിച്ചറിയുകയും ഇവിടെ പൂജകൾ ആരംഭിക്കുകയും ചെയ്തത്. മനസ്സർപ്പിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ തടസ്സങ്ങൾ നീക്കുന്ന കടമ്പുഴ അമ്മയുടെ തിരുനടയിലെത്തിയാൽ മനസ്സിന് വലിയൊരു ആശ്വാസമാണ്. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ, ബൈ.